ഈ കാണുന്നതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ ക്യാഷ്. ഇതെത്രയാണ് കാണണ്ടേ? ഇതാ കണ്ടോ? പക്ഷേ അത് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ് ആകുന്നത് 2024 ഒക്ടോബർ 17-നാണ്. ആ ഒക്ടോബർ തൊട്ട് കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ 3 ലോങ് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 7 ഷോർട്സ് ഇട്ടായിരുന്നു, പക്ഷെ അതീ വലിയ കാര്യമൊന്നുമില്ല. സോ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ള ഈ 3 വീഡിയോസാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഈ റവന്യൂ എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇനി എത്ര രൂപ കിട്ടിയെന്ന് കാണിക്കാം. 11,500 രൂപ. അയ്യേ, 11,500 ഉള്ളോ എന്ന് ചിലർക്കൊക്കെ തോന്നാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, വെറും 3 വീഡിയോസ് ഇട്ട് 11,500 രൂപ ഉണ്ടാക്കി. ഇപ്പം കേൾക്കാൻ രസമില്ലേ? എങ്കിൽ ഇനി 1000 വ്യൂസിന് എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് പറയാം. അതായത് 1.3 ലക്ഷം വ്യൂസിന് എനിക്ക് എത്ര രൂപ കിട്ടി, 60,000 വ്യൂസിന് എനിക്ക് എത്ര രൂപ കിട്ടി, 4 ലക്ഷം വ്യൂസ് ഉള്ള ഈ ഷോർട്സിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടി എന്നെല്ലാം ഞാൻ കാണിക്കാം. പക്ഷെ അതിനു മുമ്പ് അറിയാത്തവർക്ക് വേണ്ടി RPM എന്ന് വെച്ചാൽ എന്താണെന്ന് ചുരുക്കി പറയാം. യൂട്യൂബ് ഓരോ 1000 വ്യൂസിനും എത്ര രൂപ വെച്ച് നമുക്ക് തരുന്നു എന്ന് പറയുന്നതിനെയാണ് RPM എന്ന് പറയുന്നത്. ഇനി 1.3 ലക്ഷം വ്യൂസ് കിട്ടിയ എൻ്റെ ഈ വീഡിയോയ്ക്ക് എത്ര രൂപ കിട്ടിയെന്ന് കാണിക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്തെന്നാൽ ഈ വീഡിയോ ഇട്ടതിന് 27K വ്യൂസ് ആയപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ RPM വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആക്കി തരും. സോ ഈ വീഡിയോ ഇട്ട് ആദ്യത്തെ 7 ദിവസം കിട്ടിയ ഓരോ 1000 വ്യൂസിനും 61 രൂപ വെച്ച് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 28 ദിവസമായപ്പം RPM 41 രൂപയായിട്ട് കുറഞ്ഞ്, 90 ദിവസമായപ്പം അത് വീണ്ടും കുറഞ്ഞ് 39 രൂപയായി. ഇനി ലാസ്റ്റ് 365 ഡേയ്സ് എടുത്താൽ 35 രൂപയിലെത്തി നിൽക്കുന്നു. ഈ ഒരു ഒറ്റ വീഡിയോ എനിക്ക് 4,700 രൂപ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് 1,30,000 വ്യൂസിന് കിട്ടിയ ക്യാഷ് അല്ല, പകരം 90,000 വ്യൂസിന് കിട്ടിയ ക്യാഷാണ്. കാരണം മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കാണിക്കുന്ന അഡ്സിന് മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. അതിന് മുമ്പ് കിട്ടിയ വ്യൂസിനൊന്നും ക്യാഷ് കിട്ടത്തില്ല. എന്നാൽ അവരത് വേറെ കാണിക്കേണ്ടതിന് പകരം RPM കൂട്ടിയും കുറച്ചും കാണിക്കുന്നു എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ RPM ശരിക്കും 40 രൂപയ്ക്കും 50 രൂപയ്ക്കും ഇടയ്ക്കായിട്ട് വരും. അടുത്ത വീഡിയോ ഇതാണ്. ഇതിന് ടോട്ടൽ 60K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിട്ട് ആദ്യത്തെ 7 ദിവസം RPM 42 രൂപയായിരുന്നു. 28 ദിവസമായപ്പം അത് 38 രൂപയായി. 90 ദിവസമായപ്പം അത് 39 രൂപയായി. എന്ന് വെച്ചാൽ 1 രൂപ കൂടി. ഇനി ഇപ്പോൾ ഇത് 39 രൂപയിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ വീഡിയോ ഞാൻ 1 മാസം മുമ്പ് ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ 90 ദിവസം കഴിയുമ്പം ഇതിൻ്റെ RPM ഇനിയും കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. സോ 60K വ്യൂസിന് എനിക്ക് ആകെ മൊത്തം 2,250 രൂപ കിട്ടി. അടുത്ത വീഡിയോ ഇതാണ്. ഇതിന് 64K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വീഡിയോയ്ക്കും 55K വ്യൂസ് മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടിയ ക്യാഷ് 10K വ്യൂസിന് കിട്ടിയതാണ്. അതായത് 10K വ്യൂസിന് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയത് 1,200 രൂപയാണ്. RPM വെച്ച് നോക്കിയാൽ 46-ൽ നിന്ന് 18-ലേക്ക് എത്തിയേക്കുന്നത് കാണാൻ പറ്റും. അടുത്ത വീഡിയോ ഇതാണ്. ഇതിന് 44K വ്യൂസ് കിട്ടിയപ്പം എനിക്ക് 1,500 രൂപ കിട്ടി. ഇനി പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ ലോങ് വീഡിയോസിൽ നിന്നും എനിക്ക് കിട്ടിയ റവന്യൂ ഇതാണ്. ആൻഡ് ഇതോടുകൂടി ലോങ് വീഡിയോസിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത ഷോർട്സിൻ്റെ റവന്യൂ കാണിച്ചു തരാം. എൻ്റെ ഈ ഷോർട്സിന് 4 ലക്ഷം വ്യൂസ് കിട്ടി. ഇതിന് ആദ്യത്തെ 7 ദിവസം കിട്ടിയ ഓരോ 1000 വ്യൂസിനും എനിക്ക് 9 പൈസ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. 28 ദിവസം കിട്ടിയ ഓരോ 1000 വ്യൂസിനും 1 രൂപ വെച്ച് എനിക്ക് കിട്ടാൻ തുടങ്ങി. 90 ദിവസമായപ്പം അത് വീണ്ടും 9 പൈസയായിട്ട് മാറി. പിന്നെ ഇപ്പം അത് 8 പൈസയായി. എൻ്റെ ആകെ മൊത്തം 4 ലക്ഷം വ്യൂസിന് എനിക്ക് 370 രൂപ കിട്ടി. ഇനി അടുത്ത ഷോർട്സ് ഇതാണ്. ഇതിന് 2.4 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് കിട്ടിയത് 183 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഷോർട്സിൻ്റെ RPM 6 പൈസ തൊട്ട് 1 രൂപ വരെയാണ്. എന്നാൽ ലോങ് വീഡിയോസിൻ്റെ RPM 35 രൂപ തൊട്ട് 70 രൂപ വരെയാണ്. എടാ നീയല്ലേ ഈ ഷോർട്സിൽ പറഞ്ഞ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ 60 രൂപ തൊട്ട് 90 രൂപ വരെ കിട്ടുമെന്ന്. എന്നിട്ടിപ്പോൾ നിനക്ക് 40 രൂപയ്ക്കാണല്ലോ കിട്ടുന്നത്. ബ്രോ, ഞാൻ പറഞ്ഞത് RPM അല്ല, CPM ആണ്. അതായത് 1000 വ്യൂവേഴ്സിന് മുമ്പിൽ അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ വേണ്ടി യൂട്യൂബിന് കിട്ടുന്ന ക്യാഷാണ് CPM. ഇനി ആ കിട്ടിയ CPMന്റെ 55% നമുക്ക് തരുന്നതാണ് RPM. ഫോർ എക്സാമ്പിൾ അഡ്സ് കാണിച്ചതിന് 10,000 രൂപ യൂട്യൂബിന് കിട്ടി. ഇത് CPM. ഇനി അതിൻ്റെ 55%-മായ 5,500 രൂപ എനിക്ക് തരും. അതാണ് RPM. എൻ്റെ ചാനലിൻ്റെ CPM 95 രൂപ തൊട്ട് 125 രൂപ വരെയാണ്. അതായത് ഞാൻ ആ ഷോർട്സിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ പോരാഞ്ഞ് ഒരാൾ എൻ്റെ ഈ വീഡിയോയിൽ സൂപ്പർ താങ്ക്സിലൂടെ 40 രൂപ തന്നു. എനിക്കിതിൽ നിന്ന് 23 രൂപ കിട്ടുകയും ചെയ്തു. ആൻഡ് ഇത് ഇട്ടാക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സോ ഈ വീഡിയോയെ ചുരുക്കി പറഞ്ഞാൽ 11 ലക്ഷം വ്യൂസ് ഷോർട്സിന് കിട്ടിയപ്പം എനിക്ക് 844 രൂപ കിട്ടി. എന്നാൽ വെറും 2.5 ലക്ഷം വ്യൂസ് ലോങ് വീഡിയോസിന് കിട്ടിയപ്പം എനിക്ക് 10,000 രൂപ കിട്ടി. ആൻഡ് ഓവറോൾ ഞാൻ ഈസിയായി 11,500 രൂപ ഉണ്ടാക്കി.
നിങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് ഇതുപോലെ ഈസി ആയിട്ട് കാശുണ്ടാക്കാൻ പറ്റും. അതിന് യൂട്യൂബിനെ കുറിച്ച് ഒരു തേങ്ങ അറിയത്തില്ലെങ്കിൽ പോലും കാശുണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. സോ അത് ഇടുമ്പോൾ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ വീഡിയോ കൊള്ളാൻ തോന്നിയാൽ ലൈക്ക് അടിച്ചോ. എന്നിട്ട് ഇവിടെ തൊട്ടോ നമുക്ക് അവിടെ കാണാം.